മുഗളാൾ സ്പോർട്സ് ക്ലബിൻ്റെ ദ്രോണാചാര്യൻ ആജീവനാന്ത ടീം മാനേജർ ശ്രീ കുത്രീബ് മുഹമ്മദ് സാഹിബ് ദുബായിലേക്ക്. ഇന്ന് ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ള ഒന്നായി മാറിയിരിക്കുകയാണ് മുഹമ്മദ് ഷാൻ്റെ ദുബായ് യാത്ര. മുഹമ്മദ് ഷാക്ക് പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. മുഹമ്മദ് ഷായെ സ്വീകരിക്കാൻ വേണ്ടി ദുബായിലെ മുഗളാൾ സ്പോർട്സ് ക്ലബിൻ്റെ പഴയ താരങ്ങളും ഒട്ടനവധി മുഗളാൾക്കാരുമൊക്കെ അവിടെ കാത്തിരിക്കുകയാണ്. മുഹമ്മദ് ഷാക്ക് തികച്ചും ഒരു ഊഷ്മളമായ സ്വീകരണം ആയിരിക്കും അവിടെ നൽകുക. എങ്കിലും മുഹമ്മദ് ഷാൻ്റെ ഈ സ്വീകരണത്തിന് പിന്നിൽ ചില ദുരൂഹതകൾ ഉണ്ടോ എന്ന് ഞങ്ങളുടെ ഖാദർ മാഷ് സംശയിക്കുകയാണ്. അപ്പോൾ മുഹമ്മദ് ഷാ എപ്പോൾ മുഹമ്മദ് ഷാ പ്രശ്നം വെച്ചെങ്കിൽ ദുബൈക്ക് പോകുന്നത് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എപ്പോൾ അത് ശരിയാവുമെന്ന് ഒരു പക്ഷേ 26-ന് മുമ്പ് അല്ല 26 കഴിഞ്ഞിട്ട് അല്ല ഒരിക്കൽ പറയുന്ന കേട്ട് അവിടെ ഫെബ്രുവരി 3-നാണ് പരിപാടി, നിങ്ങളെ കൊണ്ടുവന്ന് 25-നാണ്. അപ്പൊ അതിൽ എന്തോ ഒരു കളി ഇല്ലേ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഒരു സംശയം എന്നെ ഒരു 8 ദിവസം കാലം അവിടെ ചുറ്റിക്കാനായിരിക്കും എന്നെ കൊണ്ടുപോകുന്നത്. അതൊരു ചുറ്റിക്കരനായിരിക്കും, അതൊരു സംശയമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആ ചുറ്റിൽ അകപ്പെടാണ്ടെങ്കിൽ നോക്കല് അവർ എന്ത് ചെയ്യുന്നതിനും ഞാൻ തെറ്റുകാരനല്ല. അവർ ചെയ്യുന്നത് അവർ തെറ്റായിരിക്കും. അല്ല ഈ സംഭവം എന്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്നായിരുന്നു അറിയോ? ഒന്ന് നമ്മളെ ജഡ്ഡെ മുഗൾ, എങ്ങനത്തെ ആൾ നിങ്ങൾക്കറിയോ? പിന്നെ ഷാജു, പിന്നെ ഒന്ന് നമ്മളെ അഷ്റഫ്, ഏത് നമ്മളെ പെരുമാൾ അഷ്റഫ്, കൊട്ടാരം അഷ്റഫ്, പണ്ടത്തെ ക്യാപ്റ്റൻ, എന്റെ ശിഷ്യന് മറ്റേ ശിഷ്യനല്ല, പണ്ടത്തെ ഒരു ചൊടികളോട് നല്ലോണം ഉണ്ട്. അതെനിക്ക് എല്ലാവർക്കും ഇതൊന്നും ഈ പിന്നെ ആളുകളാരും നമുക്ക് വലിയ പിടിച്ചപ്പെട്ട അദ്ദഞ്ഞി നമ്മളെ ദുബായ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മളെ കെ അബ്ദുള്ള, അദ്ദേഹം നാട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദഞ്ഞി പണ്ട് പറഞ്ഞുകൊണ്ട് എന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഷാ ഒരിക്കൽ വന്നെങ്കിൽ 2 കൊല്ലത്തെ പേപ്പർ വെച്ചാൽ മുഹമ്മദ് ഷാ ഉസൂലാക്കുന്നു, ഇയാളെ ഒന്ന് കാണ്ടി വരും മുഹമ്മദ് ഷാ അദ്ദഞ്ഞി പറഞ്ഞുകൊണ്ട്. പിന്നെ ഉള്ളതാരി ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് വരുന്ന ഷുഹൈബ്, ഈ ഷുഹൈബും ഈ കൂട്ടറിലും കൊണ്ടുപോയിട്ട് മുഹമ്മദ് ഷാ നിങ്ങളാളെ എന്താക്കുന്നാണ് എനിക്കുണ്ട്. അവരെ ഇവിടുന്ന് കൈകാര്യം അവിടെ ബാക്കിയാവുന്ന മാത്രം എനിക്കെന്താ ബേജാറില്ല. അവിടെ ഒരുപാട് നിൽക്കാല അല്ല ജയിലിലായിരിക്കും ഒരു പക്ഷേ. എനിക്കങ്ങനെ ആയിരിക്കും, എനിക്ക് അങ്ങനെ വിധിയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. പക്ഷെ നിങ്ങളെ ഈ തട്ടിപ്പെടാൻ ഞാൻ അകപ്പെടാം. ഈ ജഡ്ഡെ ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോകാന്നെല്ലാം പറഞ്ഞു, എനിക്ക് കാലക്കെട്ടിനിടെ കൊണ്ടുപോകാൻ കാല് പറയുന്നത് കാലെത്താൻ വിടയില്ല. ഇതെന്നെ അപമാനമായിരിക്കും, ഏറ്റവും വലിയ അപമാനമായിരിക്കും. വിളിച്ചിട്ട് ഊണില്ലാന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. വിളിച്ച് ബിരിയാണി ഇല്ലാന്ന് പറഞ്ഞ ഇപ്പൊ അവിടെ ആരിഫില്ല. നിങ്ങളിപ്പോ നോക്കണം കാര്യമായിട്ട് നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് മനസ്സിലാക്കി നോക്കണം. ആരിഫ് വേണം, ആരിഫുള്ള മദീനത്ത്. അപ്പൊ ഇവരെല്ലാം കൂടി നിങ്ങൾ ദുബൈക്ക് വിളിക്കുമ്പോ ആരിഫിന് എന്തെങ്കിലും വിളിക്കാം, മദീനത്തെ വിളിക്കാം. അത് ആരിഫ് വിളിക്കോ ഇല്ലേന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആരിഫിന് എനിക്ക് വിശ്വസ്തനായ ഒരു സുഹൃത്താണ്. ആരിഫിന് ഏറ്റവും വിശ്വസ്തന എനിക്ക് അടുത്തേക്ക് വിളിക്കരുത്തോളം അള്ളാഹുവിനെ വിശ്വസിച്ച് അള്ളാഹുടെ പറയും പോലെ തന്നെ എന്നെ എല്ലാവരും ഞാൻ എന്തെല്ലാം തമാശ പറയുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹങ്ങളുണ്ട്. പക്ഷേ പാർട്ടിയിൽ അത് എനിക്ക് ബുദ്ധിമുട്ടാവില്ല. അത് ശരിയല്ല മച്ചാ, നിങ്ങൾക്ക് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ ഒന്ന് പെർമിഷൻ എടുക്കാണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും? പറ്റും. ഞങ്ങൾക്ക് അങ്ങനത്തെ പോലെ നിങ്ങൾ പറയും പോലെ ഒന്നുമല്ല. അതിങ്ങനെ അബ്ദുള്ള കുട്ടി പെർമിഷൻ എടുക്കാണ്ട് മുമ്പേക്ക് പോയിട്ട് അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തായില്ലേ? അവസാന കാലഘട്ടം അബ്ദുള്ള കുട്ടി എവിടേക്ക് അവിടുന്ന് പുറത്താകാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ ദുബൈക്ക് പോയെങ്കിൽ കുറച്ച് വെച്ചെങ്കിൽ അടുത്ത ഔക്കാഫായിട്ട് അടുത്ത സ്പോർട്സ് മന്ത്രിയായിട്ടുള്ള താങ്കൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവും? ചർച്ച എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് കന്നഡവും കുറച്ച് മലയാളം. എനിക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മളെ MG അന്താഞ്ഞി ഉണ്ടല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. നമ്മളെ അന്താഞ്ഞി ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞ് 2 കളാക്കി പറഞ്ഞു. എനിക്കറിയണമെങ്കിൽ ശരിക്കും മലയാളത്തിൽ സംസാരിക്കണ്ടേ? അല്ലല്ല നിങ്ങൾ പറഞ്ഞു തന്നെ അറബിയിൽ മാറ്റും. നീ എന്നെ പറയുന്നത് എന്തെല്ലാം കുറെ എന്നോട് പറയുന്നത് അതുപോലെ തന്നെ പറഞ്ഞു. എന്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ദുബൈക്ക് വിസിറ്റിംഗ് വിസ ഇതെല്ലാം കൊണ്ടുപോയി നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ വൈകിട്ട് പാസ്പോർട്ട് പോയെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉള്ളിലേങ്ങുണ്ടാവും. അതും നോക്കണം. അല്ല നിങ്ങൾ വിളിക്കുന്ന ആളെ അത് ജാഗ്രത ആക്കണം. നീ വിളിക്കുന്നവരുണ്ടല്ലേ അങ്ങനത്തെ ജാമന്മാരുണ്ട് നോക്കണം. എല്ലാം ജാമന്മാർ തന്നെയാണ് ഉള്ളത്, ഒന്നും ജാമം അല്ലാത്തല്ല. എല്ലാം എനിക്ക് വിശ്വാസം ഉണ്ട് എന്നല്ലാണ്ട് എൻ്റെ പക്ഷേ നിങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് വളരെയധികം ടെൻഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ട് ടെൻഷൻ പറഞ്ഞെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ കുറച്ച് അതല്ല. അപ്പോൾ അതുകൊണ്ട് ചട്ടിയാലും പിന്നെ
കുറെ ഉണ്ടായി. ഓരല്ല പണ്ടേ പറഞ്ഞുകൊണ്ട് മമ്മച്ചാൻ ഒന്ന് ശരിക്കും ഒന്ന് കാണുന്നു. അത് ഇങ്ങനെ ആടെ കൊണ്ടേറ്റ് ഇങ്ങനെ കാണുമെന്ന് പറയാൻ പറ്റുന്ന അവസ്ഥ. ഓർക്ക് കൊണ്ടേറ്റ് എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരാളെ തോറ്റത് തന്നെ ഓര് കൊണ്ടേറ്റ് തോറ്റ് എന്നെ കൊണ്ടേറ്റ് എത്തിപ്പേ തോറ്റു. ഉടനെയോ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്കാളുള്ള ഓരിപ്പോണ്ടല്ലോ നിങ്ങൾ എത്തിയ ഉടനെ ഉണ്ടല്ലോ ഒരു ആദ്യമായിട്ട് ചെയ്യുന്ന ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്നത് നിങ്ങൾ യാത്രയൊക്കെയുള്ള പരിപാടിയായിരിക്കും. അല്ലാതെ യാത്രയ്ക്ക് നല്ലൊരു ഇതായിരിക്കണം. പിന്നെ മണ്ണാക്കുന്നല്ലേ. അപ്പോൾ മമ്മച്ചാൻ്റെ വകയായിട്ട് ഓൺലൈൻ പ്രവർത്തകരോടെല്ലാം പറയുന്നത് നിങ്ങളെല്ലാവരും മമ്മച്ചാനെ കാണുമ്പോൾ ഒരു കവറിൽ നന്നായിട്ട് കരുതിയിട്ട് ഒരു കവർ കൊടുക്കണം. അത് കാലി കവറായെങ്കിൽ ശരി. പിന്നെ പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഔക്കറിഞ്ഞുണ്ടല്ലോ നമ്മുടെ അതിൻ്റെ ലാൻഡ്മാർക്ക് ഔക്കറിഞ്ഞ് ഓൻ പറയും മമ്മച്ച നിങ്ങൾ ഞാൻ മരുഭൂമിയിൽ കാണിക്കാം എന്നെല്ലാം പറയും. എന്റെ ഗസ്റ്റായിട്ട് ഞാൻ മാത്രം എന്നെ നോക്കിയാൽ മതി. നിങ്ങൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകണ്ടല്ലോ. പിന്നെ അത് അവർ ആ പരിഗണന എനിക്ക് വെച്ചില്ലെങ്കിൽ അവർ തിരിച്ചു പറഞ്ഞാൽ ഞാൻ ഒന്ന് പറഞ്ഞില്ല അവസ്ഥ. അപ്പോൾ ഇങ്ങനെ നോക്ക് പണ്ടിങ് ഒരുപാട് ആദ്യത്തെ കളിക്കുന്ന കാലത്ത് ക്ലാസ് മുൻഷാൻ്റെ കാതറാട്ട് നമ്മളെ കെ അബ്ദുറഹ്മാനായിട്ട് നമ്മളെ ഡോക്ടർ മമ്മൂജിൻ്റെ അനിയന് അന്താനിയായിട്ട് ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാം ഉണ്ട്. പിന്നെ അന്നത്തെ കളിക്കുന്ന നിങ്ങൾ പണ്ടുണ്ടല്ലോ ബാല്യത്തിൽ എന്തെങ്കിലും വല്ല പീഡിപ്പിക്കലോ ഒന്ന് നടത്തുന്ന അതിന് പ്രതികാരം മറ്റെന്തെങ്കിലും പീഡിപ്പിക്കലിന് ഉദ്ദേശിച്ചതെങ്കിൽ ചില ബോൾ എടുക്കുക എന്തെങ്കിലും കൊടുക്കാണ്ട് ഞാൻ മൊഗ്രാലാക്കിയത് മൊഗ്രാലിന് ഒരു ഫുട്ബോൾ ടീമാക്കിയത് അവർക്കറിയും. അവർ എനിക്കുള്ള ആ നന്ദി കാണിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നന്ദിയല്ല പണ്ടുള്ള പ്രതികാരം പഴയ പ്രതികാരം എന്നോട് പ്രതികാരം ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്നെ അവരിപ്പോ കുറെ ദിവസമായിട്ട് മമ്മ സ്റ്റാൻഡ് ചീത്ത വിളി കേൾക്കാതെയാണ് ഫോണിൽ കേൾക്കലല്ലാണ്ട് ലൈവായിട്ട് കേൾക്കാതെ അത് കേൾക്കാണ്ട് അവർക്ക് ഉറക്കം വരുന്നില്ല. അതിനാണ് വിളിപ്പിക്കുന്നത്. അത് അഷ്റഫ് യോറെല്ലാം പറയുന്നുണ്ട് മമ്മ സ്റ്റാൻഡ് പഴയ വെട്ടുവിളിയിൽ നല്ല ക്ലാസിക്കൽ വെട്ടുവിളി ഇപ്പൊ കുറെ കാലമായി. അവർ ഒരു 10 വർഷങ്ങളായി അവർ എന്നോട് ഇപ്പൊ ലാസ്റ്റ് മുമ്പ് അതിലെയും സുൽപ്പും എല്ലാം പറഞ്ഞ് ഇത് ലാസ്റ്റ് വിളിയാണ്. ഞങ്ങൾക്കിപ്പോ പേടി എന്തോ ലാസ്റ്റ് വിളി എല്ലാം കൊണ്ടല്ല ഞങ്ങൾക്ക് ഏറ്റവും സുൽഫിന്റെ ആ പച്ചല് സുൽഫ് പറഞ്ഞ ലാസ്റ്റ് വിളി സുൽഫിന്റെ അതാണ് സൂക്ഷിക്കേണ്ടത്. അത് ഞങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല മൊസ്റ്റ ഈ 3 ആള് നിങ്ങളെ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആള് ക്ലബിലുണ്ടാകും. മമ്മച്ചാക്ക് അറിയും ഞാൻ ക്ലബിന്റെ കമ്മിറ്റിയിലുണ്ടാകുമ്പോൾ എന്നും മമ്മച്ചാക്ക് ഒരു താങ്ങും താളായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ട നിർത്തേണ്ടി വന്നങ്ങനെ ചിലപ്പോൾ നിർത്തേണ്ട പെർമനന്റ് ആയി നിർത്തേണ്ട പരിപാടി ഉണ്ടാവും. അത് ആടെ തന്നെയാണോ നാട്ടിലുള്ളത് മാത്രം തീരുമാനിക്കേണ്ടത്. അത് ഞാന് ശരിക്കും തീരുമാനം എടുത്തിട്ട് പോകുന്നു. കാലിക്ക പണ്ടൊരു സമയത്ത് എന്നോട് വിരുന്ന് കഴിഞ്ഞിട്ട് കാലിക്കവർ തന്ന അയാൾക്ക് കവർ ഇടുമ്പോ അടുത്ത 1000 ദിർഹം അടുത്ത 1000 ദിർഹം മമ്മച്ചാക്ക് അല്ല 100ൽ കുറയാത്ത ദിർഹം താങ്ങുവില കൊപ്പരക്കുണ്ടല്ലൊന്നും അല്ല താങ്ങുവില എന്നെങ്കിലും തമാശാക്കിട്ടൊന്നും ഇങ്ങനെ പോയിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ തിരിച്ചു വന്ന ആയുസന്നും കാതറിനെയും കാണും നിന്നെയും കാണും ഓനെയും കാണും എല്ലാവരും കാണും. ഞാൻ ഒരുപാട് കാലം ഒന്നിച്ചിട്ട് ക്ലബിൽ പ്രവർത്തിച്ച ആള്. നമ്മ കുറെ മീറ്റിങ്ങിൽ നമ്മ പരസ്പരം നമ്മൾ ഒരുപാട് കാര്യം നമ്മൾ ഏറ്റുമുട്ടിയിട്ടില്ല എങ്കിലും ഏറ്റുമുട്ടുന്നത് എങ്ങനെ മോശം നിങ്ങൾ ഏറ്റവും സംരക്ഷിച്ച ആളല്ലേ ഞാൻ നിങ്ങൾക്കെതിരായിട്ട് വിമർശനങ്ങൾ വരുമ്പോഴല്ലോ ഞാനും ആരിഫല്ലേ നിങ്ങൾ സംരക്ഷിച്ചോണ്ടായിരുന്നു. നിങ്ങൾ എന്തെല്ലാം ആരോപണം വന്ന് എന്തെല്ലാം ആരോപണം നോക്കിയതല്ല സ്വന്തം മമ്മച്ചാനെ വെറും ആ കയ്യിലുണ്ട് ഒന്നും അല്ലാണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളല്ലേ മച്ചാനെ രക്ഷിച്ചത്. അപ്പൊ ആ ഒരു പിരിച്ചം കൊണ്ട് ആ ഒരു സ്നേഹം കൊണ്ട് പറയുന്ന അവസ്ഥ നമ്മ എന്തെല്ലാം പരസ്പരം എന്തെല്ലാം ആയിട്ടുണ്ടാവും അവസ്ഥ. ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഈ പോക്ക് ഈ പന്തി വല്ലാണ്ട് പന്തികളാണ് എന്തുണ്ടെങ്കിലും എന്നോട് പൊരുത്തപ്പെടുന്നു. ഇപ്പൊ വേറെ പ്രശ്നം അറിയോ ആടെ ആരിഫ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വിശ്വസിച്ചിട്ട് ആരിഫില്ല അതന്നെ ആരിഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ മോനുണ്ടല്ലോ ഭയങ്കര സൂക്ഷിക്കട്ടെ. ഈ ഇപ്പൊ ഞങ്ങൾ നിങ്ങൾ ഈ അസ്രപ്പ് ഈ ഓർമ്മ കൂടി ആൾക്കെല്ലാം കൊണ്ടുപോകുന്ന എന്താ ഇന്നോട് പറയട്ടെ ഈ ഇടുന്ന കൂട്ടരെ ഉമ്മാന്റെ മംഗലം കൂടിയോന് ഞാന് ഉപ്പാന്റെ ഒക്കെ പുതിയാപ്പിണ്ടൊക്കെ പോയവന് അതിന് പറഞ്ഞ ശേഷം പുള്ളറല്ലേ ആടുള്ളത്. ഞാൻ ഓരെ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ സമ്മതിക്കാനാണ്. ഒരുപക്ഷെ എത്തിക്കഴിഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയും. അവരെ ഒരു കാല് പൊന്തിച്ചിട്ടും അങ്ങനെ ആക്കിയുള്ള ഫോട്ടോസ് എല്ലാം കൊടുത്തിട്ട് മമ്മസ്റ്റാൻ ഇങ്ങനെല്ലാം ആക്കിയിട്ടുള്ള ഫോട്ടോസ് എല്ലാം കൊടുത്തിട്ട് സാധാരണ ഇങ്ങനെല്ലാം ആക്കിയുള്ള ഫോട്ടോസ് കൊടുക്കലപ്പോ ഒരു നേതാവ് നമ്മളെ മറ്റേ ചെല്ലുമ്പോൾ ഇന്ന നേതാവ് അന്തരിച്ചു എന്ന് പറയും അവരുടെ കയ്യിൽ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടോ അവസ്ഥ ഞങ്ങളോട് ഇത്തിരി സഹകരിച്ചതിന് നന്ദി. അപ്പൊ ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടല്ലേ നിങ്ങളോട് വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ ഈ കാര്യം പറയുന്നത്. വേറൊരു ആഗ്രഹമുണ്ട് മുമ്പേ പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
അയാൾ മരിച്ചതിന് ശേഷം അയാളെ പേരിൽ ടൂർണമെന്റ് വെക്കരുത്, കാരണം അയാൾ അറിയില്ല സംഭവം. അതുകൊണ്ട് ഹയാത്ത് ട്രോഫി ഹയാത്ത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ദുബൈ കൊണ്ടുപോയിട്ട് ഈ ഹയാത്ത് ട്രോഫി കാണിച്ചിട്ട് തട്ടാൻ വേണ്ടിയുള്ള പരിപാടി കണ്ണിൽ കണ്ടിട്ടായിട്ട് മരിക്കുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞത് ഇപ്പൊ ലത്തീഫിനോട് ആശിനോട് ഇപ്പൊ ഞങ്ങൾ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവർ സമാധാനം അല്ല എന്താ അറിയോ, ലത്തീഫ് എന്നോട് ചോദിക്കും എന്താ വെച്ചാൽ ലത്തീഫ് ആശിക്കാൻ നല്ല അടുപ്പമുണ്ട്. അല്ല ഇത്ര അറിഞ്ഞിട്ട് എന്താ വെച്ചാൽ വിലക്കില്ല എന്നുള്ളൊരു ചോദ്യം അല്ല എന്താ അറിയോ, അതുകൊണ്ടാണ് ഞാനിപ്പോ തെളിവടക്കമാക്കി ബേജാറുണ്ട്. അല്ലെങ്കിൽ പോവുന്നു അല്ലെങ്കിൽ വേണ്ടേ അദ്ദഞ്ഞാടെ പോവും. അദ്ദഞ്ഞ് വരുമ്പോണ്ടല്ല എന്തോ നിങ്ങളെ സൈസ് എടുക്കാൻ കാര്യമല്ല നീക്കിട്ട് വന്നത്. നടന്നു അത്രമാത്രം അദ്ദഞ്ഞിന്ന് പറഞ്ഞ എന്താ അവസ്ഥ. നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം, നിങ്ങൾ എല്ലാ ഫ്രണ്ട്ഷിപ്പിനോടും ഞാൻ വരുന്ന കാര്യം പറഞ്ഞിട്ട് എന്നെ കാണും പോലെ കാണണമെന്ന് പറയും. ഖാദർ മാസ്റ്റർ അടക്കം 10-50 പേരുണ്ടെങ്കിലും അവരൊന്നും മെയിൻ ചെയ്യരുത്. കുത്തിരിപ്പാണ് താരം. അത് ഞാൻ താരം, അത് അവർക്കറിയാം. അപ്പൊ ഞങ്ങൾ ആടെ മമ്മസ വരുന്ന വലിയ ന്യൂസായിട്ട് മാറിയിട്ടുണ്ട്. ഓൺലൈനിലുള്ള പുള്ളി തന്നെ ചർച്ചകള്. ഇപ്പൊ ഇതും കൂടി അങ്ങോട്ട് പോകും. കുറെ പേര് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. പോകുന്നില്ല, അതറിയില്ലേ? ഈ പോകുന്നില്ലല്ല, കുറച്ച് ആൾക്കാർക്ക് പോകണമെന്നുണ്ടായിരുന്നു. മമ്മസ്റ്റ പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല അവിടെ പോയിട്ട്. അടുത്ത ട്രിപ്പിൽ പോകും. ശരി തന്നെ. അല്ല അവർക്കുണ്ടല്ലോ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യാൻസൽ ആക്കി എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ സാക്ഷി പറയേണ്ടി വരുമോ എന്നൊരു അവർ കൊല്ലാനാണ് എന്നെ കൊണ്ടുവന്നത്. എനിക്ക് ഖാദർ മാസ്റ്റർ പരിപൂർണ്ണ വിശ്വാസമുണ്ട്. നീ അങ്ങനത്തെ നീ ചിലപ്പോൾ സാധാരണ എല്ലാം ഇളക്കി വിടുക. ഒരു സ്റ്റേജിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആള് നിന്റെ ഒരു അടവ് വേറെ. കിട്ടിയ അവസരത്തിൽ ശരിക്കും പൊക്കി പറഞ്ഞു. ഇതുപോലെ കൊല്ലലും അങ്ങനെയല്ലേ, കൊല്ലലല്ലേ ഇത്. നിന്നെ എനിക്ക് അന്താഞ്ഞ് വിളിക്കുമ്പോ എന്ന് തോന്നീന്. എനിക്ക് ഫോണിൽ ഇപ്പൊ വിളിക്കുമ്പോൾ അന്താഞ്ഞ് ഉണ്ടാന്ന് കേട്ടിനാടെ. എനിക്ക് എന്റെ കാലം കഴിഞ്ഞു. എന്നോടുള്ള എന്റെ നീ പറയുന്നെങ്കിൽ എല്ലാവരും വിളിച്ചു പോകണം. നിന്റെ ഫ്രണ്ട്സോട് നിന്റെ അളിയന്മാരെല്ലാം നമ്മളെ ഉമ്മച്ച വരുന്നുണ്ട്, കാണും പോലെ കണ്ടോണെന്ന് പറയണം. എന്റെ പാസ്പോർട്ടെല്ലാം ശരിയായി. എനിക്കൊന്ന് ദുബൈ കാണണമെന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ഈ ജനുവരി തീരുന്നതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരും. ആ സമയത്ത് നിങ്ങൾ എന്നെ കാണും പോലെ രീതിയിൽ കാണണം. ഇവർ പറയും പോലെ ഒന്നും അല്ല, നല്ല രീതിയിലായിരിക്കണം അത് കാണുന്നത്. അതാണ് ഇത്. നിങ്ങളിപ്പോൾ ഒന്ന് ഈ ആരോഗ്യം എന്നെ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്കൊന്ന് വന്ന് നിങ്ങളെല്ലാവരും കാണണം. അള്ളാൻ്റെ തഫിയോട് കാണണമെന്നുണ്ട്. അല്ല എനിക്കത് അറിയിട്ട് എന്ന് ഞാൻ അള്ളാടെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ഏതായാലും ഞങ്ങളൊക്കെ വളരെ തമാശയായിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. മമ്മസ്റ്റാക്കുള്ള സ്വീകരണങ്ങളൊക്കെ നിങ്ങൾ ഗംഭീരമാക്കൂ എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായും വിശ്വാസമുണ്ട്. മമ്മസ്റ്റാനെ നല്ല രീതിയിൽ സ്വീകരിച്ച് നിങ്ങൾ മമ്മസ്റ്റാനെ നിങ്ങളുടെ ആ പരിപാടിയൊക്കെ ഒരു മികച്ച നല്ലൊരു എന്നെന്നും ഓർക്കുന്ന ഒരു സംഭവമാക്കി നിങ്ങൾ തീർക്കണം. നിങ്ങളുടെ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ നേരുകയാണ്. മമ്മസ്റ്റായി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചിരകാല അഭിലാഷമാണ്. ഒരാളെ വീടിൻ്റെ അടുത്തൊരു റൂമുണ്ടാക്കിയിട്ട് ഒരു ചെറിയൊരു കെട്ടിടം പണിത് അതിലോട്ട് നമ്മുടെ മുഗ്രാൾ സ്പോർട്സ് ക്ലബിന് കഴിഞ്ഞ കുറേ കാലമായി ലഭിച്ച ഒട്ടനവധി ഷീൽഡുകളും പുരസ്കാരങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിക്കണമെന്ന് മമ്മസ്റ്റാൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി കൂടിയാണ് മമ്മസ്റ്റ വരുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് മമ്മസ്റ്റാക്ക് വിശ്വാസമുണ്ട്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾ മമ്മസ്റ്റ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളത് ചെയ്തു കൊടുക്കുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ്.